ചേട്ടാ ഒരു 10,000 രൂപയായിട്ട് ഒരു എൻട്രി ലെവൽ സിസ്റ്റം അസംബിൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നാൽ അത് കിട്ടുമോ? ചെയ്തു തരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് പറയണം. നിങ്ങളിപ്പോൾ 10,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗെയിമിംഗ് പീസ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടില്ല. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടിംഗ് റേഞ്ച്, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പി സി, അല്ലെങ്കിൽ ഒരു DTP വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പി സി ആണ് നിങ്ങൾ വേണമെന്ന് പറയുന്നതെങ്കിൽ ഈ 10,000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ചേട്ടാ പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സർവീസാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുക, ഇവിടെ നിന്ന് കിട്ടുക? നിങ്ങളൊരു പുതിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട IT റിക്വയർമെൻറ്റ്സ്, അതായത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, നെറ്റ്വർക്ക്, അതുപോലെ CCTV ക്യാമറ, ഇങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബില്ലിങ്ങിന് വേണ്ട സ്പെഷ്യൽ കൈൻഡ് ഓഫ് ആയിട്ടുള്ള പ്രിൻറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റെന്തെല്ലാം സർവീസാണ് ഇവിടെ നിന്ന് കിട്ടുക കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ട്? ഒരു ഹോം അല്ലെങ്കിൽ ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല്, സ്കൂള്, ഇവർക്കെല്ലാം വേണ്ട സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലാപ്ടോപ്പ് ആയിട്ടായാലും കമ്പ്യൂട്ടർ ആയിട്ടായാലും പ്രിൻറ്റേഴ്സ്, അതിൻ്റെ കൺസ്യൂമബിൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം എവിടെയായിട്ടാണ് വരുന്നത്? ഇത് നമ്മുടെ നെയ്യാറ്റിൻകര കാനറ ബാങ്കിൻ്റെ അടുത്ത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്മാർട്ട് സൊല്യൂഷൻ്റെ ഞങ്ങളുടെ ഓഫീസ് ഉള്ളത്. എത്ര വർഷമായി ഈ സ്ഥാപനം ഇവിടെ? നമ്മൾ 2010 ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പം നമ്മൾ 16 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 16 വർഷത്തെ സർവീസ്. ഇവിടെ ഡെഡായ ലാപ്ടോപ്പ് ഒക്കെ സർവീസ് ചെയ്യുമോ? ഡെഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് സർവീസ് ചെയ്യും, അപ്ഗ്രേഡേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിന്ററിന്റെ സർവീസ് എങ്ങനെയാണ്? പ്രിന്റർ നമ്മൾ ഹോം പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡെസ്ക് ജെറ്റ് പ്രിന്റേഴ്സ്, ഇങ്ക് ടാങ്ക് സീരീസ്, ലേസർ, അതുപോലെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഇതെല്ലാം നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള ടെക്നീഷ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ട്രെയിൻ ചെയ്തിട്ട് അതങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കാർട്രിഡ്ജ് റീഫിൽ ചെയ്യാനൊക്കെ ഇവിടുന്ന് പറ്റുമോ? നമുക്കിപ്പോൾ കാർട്രിഡ്ജ് റീഫിൽ ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ കോമ്പാറ്റബിൾ കാർട്രിഡ്ജ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ റീഫില്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കോമ്പാറ്റബിൾ കാർട്രിഡ്ജ് റീസണബിൾ ആയതുകൊണ്ട് നമ്മൾ കോമ്പാറ്റബിൾ കാർട്രിഡ്ജ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഒരു ലാപ്ടോപ്പിൽ എന്തൊക്കെ സർവീസ് ആയിരിക്കും ഇവിടെ കിട്ടുക? നമുക്കൊരു ലാപ്ടോപ്പ് ഡെഡ് കണ്ടീഷനിൽ വരുവാണെങ്കിൽ, ഓണാവാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിപ്പ് ലെവൽ സർവീസ് തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കീബോർഡിൻ്റെ കംപ്ലൈൻറ്റുകൾ, ഡിസ്പ്ലേയിൽ മോണിറ്ററിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പാനൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ബാക്കപ്പ് ഇഷ്യൂസ്, ഇതെല്ലാം പോയിട്ട് പഴയ ലാപ്ടോപ്പുകൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് പെർഫോമൻസ് കൂട്ടിയെടുക്കാൻ പറ്റും. പഴയ ലാപ്ടോപ്പിൽ ഒരു 3-4 വർഷത്തിന് മുമ്പുള്ള ലാപ്ടോപ്പുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിൻഡോസ് 11 വന്നപ്പോൾ ശരിക്കും നല്ല പെർഫോമൻസ് കുറഞ്ഞിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായിട്ടുണ്ട്. ഡെഡ് സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ലാപ്ടോപ്പിന് എന്താണ് റിക്വയർമെൻ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തരത്തിലുള്ള അപ്ഗ്രേഡേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അതിൽ മെമ്മറി ആഡ് ചെയ്താൽ മതിയാവും, ചിലപ്പോൾ SSDയിലോട്ട് മാറ്റേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പിനകത്ത് NVMe സ്ലോട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾ അറിയില്ല അത്. അപ്പോൾ NVMe ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് നേരെ 10 ഇരട്ടിയിലോട്ടൊക്കെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു അപ്ഗ്രേഡേഷൻ്റെ ടൈപ്പിൽ നിങ്ങൾക്ക് ലാപ്പിൽ എന്ത് ആവശ്യമാണെങ്കിലും A to Z കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഫ്രഷ് ആയിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് ഇരുന്നത് അതേ അവസ്ഥയിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. വിൻഡോസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? വിൻഡോസിൽ നമുക്ക് A to Z സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം വിൻഡോസിൽ ഇപ്പോൾ വിൻഡോസ് 11 ആയപ്പോൾ, നമ്മൾ പഴയ OS വിൻഡോസ് 7 ആയിരുന്നപ്പോൾ സെക്യൂരിറ്റി ലെവൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒത്തിരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും ലാപ്ടോപ്പിന് ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ബള്ളാവുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഇതൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രിന്ററുകളുടെ മെയിൻ ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള കാനൺ, HP, എപ്സൺ തുടങ്ങിയുള്ള എല്ലാ പ്രിന്ററുകളും ഞങ്ങളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ലേസർ സീരീസ് ആയാലും ശരി, ഇങ്ക് ടാങ്ക് സീരീസ് ആയാലും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പ്രിന്ററുകളുടെ ഹെഡ് ഡാമേജ് ആവുക. ശരിക്കും ഹെഡ് ഡാമേജ് ആവാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇങ്ക് ഉപയോഗിക്കുന്നതാണ്, ഒറിജിനൽ ഇങ്ക് അല്ലാതെ. അപ്പോൾ നമ്മുടെ കയ്യിൽ കാനണിൻ്റെയും എപ്സണിൻ്റെ ഒക്കെ ഒറിജിനൽ ഇങ്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ഇങ്കിന് കോമ്പാറ്റബിൾ ഇങ്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഈ കസ്റ്റമേഴ്സ് കോമ്പാറ്റബിൾ ഇങ്കിലോട്ട് പോകുന്നത്. പക്ഷേ അതിനേക്കാളും ഒരുപാട് ഡാമേജ് അവിടെ പ്രിന്ററിന് വരും, ഹെഡ് ഡാമേജ് ആയി പോകും. അപ്പോൾ ആ ഹെഡ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഒറിജിനൽ കൺസ്യൂമബിൾസ് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഒറിജിനൽ കൺസ്യൂമബിൾ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചേട്ടാ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട്, അതായത് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ബേസിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ് PC ആയിട്ട് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു വില വിവരങ്ങളും കാര്യങ്ങളും? അപ്പം ശരിക്കും PC നമ്മൾ അസംബിൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വറി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബഡ്ജറ്റ് വേണം നമുക്ക് ഈ PC റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് ശരിക്കും നമ്മളുടെ പ്രോസസ്സർ അതെല്ലാം വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്രോസസ്സർ നമുക്ക് ഉപയോഗിച്ചിട്ട് PC അസംബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കൊരു ബേസിക് ആപ്ലിക്കേഷൻ ഒരു 10,000 രൂപ തൊട്ടുള്ള PCകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ നമ്മൾ പി സിയുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കമ്പനികളുടെ വാറണ്ടി മറ്റു കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് എൻട്രി ലെവൽ പഠിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 10-12,000 രൂപ തൊട്ട് നമുക്ക് പി സി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈ എൻഡ് പി സി ആണ് നമ്മളിവിടെ അസംബിൾ ചെയ്തെടുക്കുവാണെങ്കിൽ അത് എത്രത്തോളം അതിൻ്റെ ഒരു വില പോകും? നമ്മൾ ഒരു ഹൈ എൻഡ് പി സി എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ യൂസറുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ, ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ, രണ്ടുപേർക്കും ഒരേ പി സി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ്. മിനിമം ഒരു ഗെയിമിംഗ് പി സിയിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 50 എബവ് 50,000 മുകളിലോട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ നിങ്ങളത് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ബിസിനസ് പി സികൾ, ഓട്ടോ കാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യണമെങ്കിൽ അതിന് ഗ്രാഫിക്സ് കാർഡിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം നല്ല ഗ്രാഫിക്സ് കാർഡ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു പി സി നമുക്ക് 1,00,000 രൂപയ്ക്ക് മുകളിലോട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പി സി ഏറ്റവും കൂടുതൽ ഹൈ എൻഡ് പി സി ഉപയോഗിക്കുന്ന ഗെയിമേഴ്സാണ്. അപ്പോൾ ഗെയിമേഴ്സിന് നമ്മൾ പ്രോസസ്സർ സെലക്ട് ചെയ്യുമ്പോൾ 2 റേഞ്ചിൽ പ്രോസസ്സർ വരും. ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടുള്ള പ്രോസസ്സർ വരും, കെ സീരീസ് പ്രോസസ്സർ എന്ന് പറയും. അതുപോലെ AMDക്കും വരും, പെർഫോമൻസ് കൂടിയ പ്രോസസ്സേഴ്സ് വരും. അപ്പോൾ ഒരു പ്രോസസ്സറിന് മാത്രം നമ്മൾ അറൗണ്ട് നോക്കി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 30,000 മുകളിലോട്ടുള്ള പ്രോസസ്സേഴ്സാണ് ഈ ഹൈ എൻഡ് പി സിയിൽ വയ്ക്കുന്നത്. നമ്മളിവിടെ അസംബിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം 1,00,000 രൂപ 2,00,000 രൂപ റേഞ്ച് വരെയുള്ള ഗെയിമിംഗ് പി സീസ് വരും. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 27 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും അത് 4K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന റിഫ്രഷ്മെൻറ്റ് റേറ്റ് കൂടിയ മോണിറ്ററുകളാണ്. അപ്പം ഹൈ എൻഡ് പി സി നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്താലും അതിന് കണക്കാക്കിയുള്ള ഒരു സ്പെസിഫിക്കേഷൻ, നിങ്ങളുടെ യൂസ് എന്താണ്, നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർസ് ഏതാണ്, ഇത് നോക്കിയിട്ട് വേണം ഹയർ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു 60,000 തൊട്ട് മുകളിലോട്ട് 2 lakhs 3 lakhs വരെയൊക്കെ നമുക്ക് ഗെയിമിംഗ് പി സീസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചേട്ടാ, ഒരു ലാപ്ടോപ്പ് ഇവിടെ സർവീസിന് തന്നാൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചെത്തിക്കും? നിങ്ങൾ ലാപ്ടോപ്പ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കാം. അതിപ്പോൾ ഒരു OS റിലേറ്റഡ് വിൻഡോസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കിയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് തിരിച്ചു തരാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്, മെമ്മറി ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്യൂ എല്ലാം സോൾവ് ചെയ്ത് തരാൻ പറ്റും. എന്നാൽ നിങ്ങൾ കൊണ്ടുവരുന്ന ലാപ്ടോപ്പ് ഒരു ഡെഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പിൻ്റെ ചിപ്പ് ലെവലിലോട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ 2-3 ഡേയ്സ് നമ്മൾ സമയം എടുക്കുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ലാപ്ടോപ്പ് ഹിഞ്ച് ബ്രോക്കൺ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനം തിരിച്ച് നമുക്ക് റീവർക്ക് ചെയ്ത് അതിനെ പഴയ ലെവലിലോട്ട് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം ഒരു ദിവസത്തെ ടൈം ഡിലേ വരും. അപ്പം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ കംപ്ലൈൻറ്റ് എന്ത് എന്നതിനനുസരിച്ചിട്ടാണ് ടൈം ഡിലേ. മെയിൻലി പ്രോബബ്ലി നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, OS റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഡേ തന്നെ നമുക്കത് ക്ലിയർ ആക്കി തരാൻ പറ്റും. കീബോർഡ് ഇഷ്യൂസ്, ബാറ്ററി അതെല്ലാം സെയിം ഡേ നമ്മൾ ചെയ്യുന്നതാണ്. ചിപ്പ് ലെവൽ വരുമ്പോഴും ഹിഞ്ച് ബ്രോക്കൺ അതുപോലെ റീവർക്ക് വരുമ്പോഴും മാത്രമാണ് നമുക്ക് ഡിലേ വരുന്നത്. ചേട്ടാ, ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ പ്രിന്റർ ഏതാണ്? വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രിന്ററാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ക് ടാങ്ക് സീരീസ് പ്രിന്ററുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രിന്ററുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ ഒരു 2 മാസം 3 മാസമൊക്കെ വെച്ചിരുന്നാൽ ഇതിൻ്റെ ഇങ്ക് ഡാമേജ് ആവാനും ഹെഡ് കംപ്ലൈൻറ്റ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ ഒരു കസ്റ്റമറാണ്, വല്ലപ്പോഴേ പ്രിൻ്റ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ലേസർ പ്രിൻ്ററിലോട്ട് സെലക്ട്. പക്ഷേ ലേസർ പ്രിൻ്റർ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. ലേസർ പ്രിൻ്ററിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇങ്ക് പ്രിൻറ്റേഴ്സ് ഇന്ന് വരുന്ന പ്രിൻ്ററുകളിലെല്ലാം നമുക്ക് പ്രിൻ്റ്, സ്കാന്, ഫോട്ടോ കോപ്പി, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ ഫീച്ചറുള്ള പ്രിൻ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീട്ടിലേക്ക് എക്കണോമിക് ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഈ പ്രിൻ്റർ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനി പ്രധാനമായിട്ട് നോക്കേണ്ടത് ആവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ റൂറൽ ഏരിയയിലൊക്കെ നമുക്ക് സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയാണ് ഇവിടെ നല്ല സർവീസ് ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം ഈ പ്രിൻ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ബിസിനസ്സാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്കണോമിക് ആയിട്ട് ചെയ്യണമെങ്കിൽ ഹൈ എൻഡ് ബിസിനസ് പ്രിൻ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബില്ലിംഗ് സൊല്യൂഷൻസ് ഒക്കെ നേരത്തെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പോൾ ഇങ്ക് ടാങ്ക് സീരീസിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് ഒരു പ്രിൻ്ററിൽ 1,30,000 മുകളിൽ പ്രിൻ്റ് എടുത്ത ഇങ്ക് ടാങ്ക് സീരീസ് പ്രിൻ്റർ ഉപയോഗിക്കുന്ന കസ്റ്റമർ നമുക്കുണ്ട്. ഇത് റിയലായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് പൈസ മാക്സിമം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിൻ്റർ സെലക്ട് ചെയ്യുന്നതിൽ
കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് പറയാൻ കാര്യം ഇപ്പോൾ ഉദാഹരണം ക്യാനണിൻ്റെ പ്രിൻറ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാനൺ മാർക്കറ്റിൽ ഏകദേശം 45 മോഡൽ പ്രിൻറ്റർ ഇങ്ക് ടാങ്ക് സീരീസിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം എന്താണ്, എത്ര പ്രിൻ്റാണ് നമുക്ക് ഒരു ദിവസം എടുക്കേണ്ടതെന്ന് കണക്കാക്കിയിട്ട് വേണം ഈ പ്രിൻറ്റർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് പ്രിൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ട് ആഫ്റ്റർ വാറണ്ടി ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിൻറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാം. പ്രിൻറ്ററിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് കാട്രിഡ്ജ്, ഒറിജിനൽ ഇങ്ക്, പ്രിൻ്റ് ഹെഡ് ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ റെഡി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. ചേട്ടാ, ഈ വൈഫൈ പ്രിന്ററിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇപ്പം നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും നോട്ട്സൊക്കെ വാട്സപ്പിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വാട്സപ്പിൽ നിന്ന് ഇപ്പോൾ സിസ്റ്റമോ ലാപ്ടോപ്പോ ഒന്നും ഓണാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോൺ നിന്നിട്ട് ഈ പ്രിൻ്ററിലോട്ട് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും വൈഫൈയുടെ ഒരു പ്രത്യേകതയാണ്. സിസ്റ്റം വേണമെന്ന് നിർബന്ധമില്ല. സിസ്റ്റം വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വൈഫൈ ഡയറക്റ്റ് എന്ന് പറയുന്ന ഫീച്ചറിൽ നമ്മുടെ മൊബൈലിലോട്ട് തന്നെ ഈ പ്രിൻ്ററിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളൊരു സ്മാൾ ഓഫീസാണ്, ഒരു ചെറിയ ഓഫീസാണ് നിങ്ങളുടെ സെഗ്മെൻ്റ് എങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു 4-5 പേര് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ റൗട്ടറിലോട്ട് ഈ പ്രിൻ്ററിനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ പ്രിൻ്ററിലോട്ട് ഒരു പ്രിൻ്ററിലോട്ട് തന്നെ നമുക്ക് പ്രിൻ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇൻഡിവിജ്വലി ചെയ്യുമ്പോൾ തന്നെ വൈഫൈ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ പ്രിന്ററോ കംപ്ലൈന്റ് ആയാൽ ഇവിടെ ഷോപ്പിലേക്ക് കോൾ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ നിന്ന് സർവീസ് കിട്ടുമോ? ഷുവർ, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും പ്രിൻ്റർ ആണെങ്കിലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെയ്യാറ്റിൻകരയ്ക്ക് 25 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബേസിക്കലായിട്ട് നമുക്ക് അവിടെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ പ്രിൻ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഹെഡ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലീനിങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സൈറ്റിൽ ചെയ്യും. കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്ന ബോർഡ് റീപ്ലേസ്മെൻറ്റ് അതുപോലെയുള്ള മെക്കാനിസം സർവീസ് ഇതെല്ലാം നമ്മൾ ക്യാരി എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ടായിട്ട് തിരിച്ചു തരാനും ഞങ്ങൾക്ക് സാധിക്കും. ചേട്ടാ, ഇവിടുന്ന് നെറ്റ്വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ? നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊരു പ്രധാന കാരണം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു 5 സിസ്റ്റം ഉള്ള ഒരു ഓഫീസാണെങ്കിലും അവരുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം എന്തായിരിക്കും, ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. ടെക്നോളജി എക്യുപ്ഡ് ആയിട്ട് അവർ ഇൻ്റർ കണക്ട് ചെയ്യും. അതുകൊണ്ട് അവർക്കുള്ള ബെനിഫിറ്റ് എന്താ, ഇപ്പോൾ ഒരു പ്രിൻ്ററാണ് അവർക്കുള്ളതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സിസ്റ്റത്തിൽ നിന്നും പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ നോക്കുന്ന സമയത്ത് 4-5 കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഒരേ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ നെറ്റ്വർക്ക് പ്രോപ്പർ അല്ല. നെറ്റ്വർക്ക് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിലധികം പ്രിൻറ്റേഴ്സ് ചില ഓഫീസുകളിൽ യൂസ് ചെയ്യുന്നതായിട്ട് വരും. ശരിക്കും അത് അവർക്ക് പ്രൈസ് കൂടുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റുഡിയോകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 സ്റ്റുഡിയോകളിൽ സ്റ്റുഡിയോകളിൽ 2-3 PC ഉണ്ടാവും. അവരത് വർക്ക് ചെയ്യുന്നത് എല്ലാം കൂടെ ഡാറ്റ ഒരു ഹാർഡ് ഡിസ്ക് നെറ്റ്വർക്ക് വഴി അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് എക്സ്റ്റേണലായിട്ട് ഈ സാധനം ചെയ്തു വയ്ക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു സിസ്റ്റത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ഡാറ്റയൊക്കെ ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്കിന് വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. ശരിക്കും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. നെറ്റ്വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സുകളെ ഷെയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കോസ്റ്റ് മൊത്തത്തിൽ കുറയ്ക്കാനും സാധിക്കും. ഈ നെറ്റ്വർക്ക് അല്ലാതെ CCTVയുടെ വർക്കും ചെയ്യുന്നുണ്ടല്ലോ? CCTVയുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെ സർവീസാണ് ഇവിടെ നിന്ന് കിട്ടുക CCTVയുടെ? CCTVക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് CCTV വയ്ക്കണം. നമ്മുടെ ഹോമിലൊക്കെ വീട് ആവശ്യത്തിനൊക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് സാധാരണ HD ടൈപ്പുള്ള CCTV ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ ബിസിനസ് പർപ്പസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രിസിഷനുള്ള NVR അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് CCTV ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ശരിക്കും CCTV വയ്ക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒന്ന് മോണിറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറകൾ അവൈലബിൾ ആണ്. സിംഗിൾ ക്യാമറ, അതിനകത്ത് മെമ്മറി കാർഡ്, അവിടെയുള്ളത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CCTV കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുവാണ്, വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിനെ നിങ്ങൾക്ക് പുറത്ത് നിന്ന് മോണിറ്റർ ചെയ്യണം. അവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ലേബേഴ്സ് എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് മൊബൈൽ ഫോൺ 4G സപ്പോർട്ട് കൂടിയിട്ടുള്ള ക്യാമറ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷൻ്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ പർപ്പസ് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള CCTV സിസ്റ്റംസ്
പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓ ഷുവർ. എന്റെ പേര് ആരുൺ എന്നാണ്. എന്റെ സ്ഥാപനം സ്മാർട്ട് സൊല്യൂഷൻ. ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഈ സ്ഥാപനം 2010 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2010 തൊട്ട് നമ്മൾ നെയ്യാറ്റിൻകരയ്ക്ക് 25 കിലോമീറ്റർ ചുറ്റളവിൽ IT സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അതിനു മുമ്പ് ഒരു 5 വർഷം ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ 2005 തൊട്ട് ഞാൻ IT ഫീൽഡിലുണ്ട്. HCL ഇൻഫോ സിസ്റ്റംസ് എന്ന് പറയുന്ന അന്നത്തെ ലീഡിംഗ് ആയിട്ടുള്ള IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോക്ക് താഴെ കൊടുക്കട്ടെ? ഓ ഷുവർ. എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഞങ്ങളെ സർവീസിനോ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എൻക്വയറീസോ അല്ലെങ്കിൽ CCTVയെ പറ്റിയുള്ള ഡൗട്ട്സിനോ ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്റെ കോൺടാക്ട് നമ്പറും ഷോപ്പിന്റെ കോൺടാക്ട് നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ചേട്ടാ, ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇൻപുട്ട് വരുന്ന സാധനങ്ങൾ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ പ്രിന്റർ തുടങ്ങിയവയുടെ ഡയഗ്നോസ്റ്റിക് ആണ് ഇവിടെ ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫീൽഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫീൽഡിൽ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വർക്കുകളും നമ്മൾ ഫീൽഡ് ടെക്നീഷ്യന്മാർ ഫീൽഡിൽ പോയി എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഈ സർവീസ് സെന്ററിൽ ഇരുന്നിട്ടാണ് ടെസ്റ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഫീൽഡ് ഔട്ട് ചെയ്യും. അതിൽ മെയിനായിട്ട് നമ്മൾ ഇവിടെ ലാപ്ടോപ്പിന്റെ സർവീസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ കീബോർഡ് റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ റീപ്ലേസ്മെന്റ്, അതുപോലെ അപ്ഗ്രേഡേഷൻ, റാം അപ്ഗ്രേഡേഷൻ, അതുപോലെ SSDയുടെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയവയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിലുണ്ടാകുന്ന നോർമൽ പ്രോബ്ലങ്ങൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ സൊല്യൂഷൻസും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിപ്പ് ലെവൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ചിപ്പ് ലെവൽ രീതിയിലും നമ്മൾ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കും. എല്ലാ സർവീസും ഈ ഒരു പോർഷനിൽ വെച്ചാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ സർവീസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ചുറ്റുപാടും കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ സർവീസ് ഏരിയ എന്ന് പറയുന്നത്. ഫീൽഡിൽ പോയി സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻപുട്ട് ചെയ്തിട്ട് അത് സർവീസ് ചെയ്യുന്നത്. അല്ലാതെ വാക്കിൻ കസ്റ്റമേഴ്സും വരാറുണ്ട്. ചേട്ടാ, ഇപ്പൊ ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോർഡ് എന്താ കംപ്ലൈന്റ് ആണ്? നമുക്കിത് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ആകുന്ന ഒരു ഇഷ്യൂ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. നിലവിൽ നമ്മളത് വന്ന് അതിനുണ്ടായിരുന്ന ഡസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ ഇത് കമ്പോണൻസ് ക്ലീൻ ചെയ്ത് തിരിച്ച് നമ്മൾ അതിനെ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ഇട്ടിരിക്കുന്നതാണ്. നമ്മളിത് കസ്റ്റമർ പറഞ്ഞതായ ആ ടൈമിൽ ഉള്ള സൊല്യൂഷൻ ആ ടൈമിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അതിൽ കസ്റ്റമറുടെ 2 SSD ഉണ്ട്, മദർ ബോർഡ്, പിന്നെ കസ്റ്റമറുടെ തന്നെ SMBS തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇത് കവറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് പുറത്ത് വെച്ച് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചായിരിക്കും നമ്മൾ തിരിച്ച് ഇത് ക്യാബിനറ്റിനകത്താക്കി കസ്റ്റമർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടറും ഇതേപോലെ ടെസ്റ്റ് റൺ ചെയ്തിട്ടായിരിക്കും കൊടുക്കുക? അതെ, ഇത് നമുക്ക് ഒട്ടുമിക്ക കംപ്ലൈൻസുകളും നമുക്ക് അറ്റ് എ ടൈമിൽ റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വരുന്ന കംപ്ലൈൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടെസ്റ്റിംഗ് പർപ്പസുകളും കാര്യങ്ങളും ആവശ്യം വരുന്നത്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടനൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സുധകുമാർ എന്നാണ്. ഞാൻ ഇവിടെ മരിയാപുരം സ്വദേശിയാണ്. ഈ ടെക്നിക്കൽ ഫീൽഡിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാനൊരു 20 വർഷമായിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.